എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് ഈ ശീമച്ചക്ക കൊണ്ടുള്ള പെറോട്ടയാണ് കേട്ടോ. ആലു പെറോട്ട എല്ലാവർക്കും അറിയായിരിക്കും. എനിക്ക് തോന്നുന്നു പൊട്ടറ്റോയെക്കാളും ടേസ്റ്റ് ഉണ്ട് നമ്മൾ ശീമച്ചക്ക കൊണ്ട് ഈ പെറോട്ട ചെയ്യുമ്പോഴത്തേക്ക്. ഇപ്പോ മിക്കവാറും എല്ലായിടത്തും ശീമച്ചക്ക കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരു ഐറ്റം വെച്ചിട്ട് ഇതുപോലെ നല്ല ഒരു റെസിപ്പി നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. അതുപോലെ രണ്ട് ലെയറും ഒക്കെ ഇങ്ങനെ തിരിഞ്ഞ് തന്നെ ഇരിപ്പുണ്ട്. അപ്പൊ ഈ റെസിപ്പി എങ്ങനെയാ ചെയ്യണേന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇതിനായിട്ട് ഞാനൊരു 2 കപ്പ് മാവ് എടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിലുള്ള ഗീ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിലുള്ള ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള സോൾട്ട്, ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്യണം. അപ്പൊ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇനി ഞാനൊരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ ആഡ് ചെയ്തിട്ട് ആദ്യം പുട്ടുപൊടിക്ക് നനയ്ക്കുന്ന പോലെ ഒന്ന് നനച്ച ശേഷം ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ അങ്ങ് കുഴച്ചെടുക്കാം. ഇതിപ്പോ ഞാൻ ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നമ്മൾ മാവ് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മാവ് റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന്റെ കൂട്ട് റെഡിയാക്കാം. 1 മിനിറ്റ് സ്കിപ്പ് ചെയ്ത് പോയിക്കളയല്ലേ. എന്റെ വീഡിയോസും ചാനലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വീഡിയോയുടെ താഴെയുള്ള ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കൂടെ ഒരു ബെല്ലൈക്കൺ വരും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ അതിന്റെ താഴെ ഇങ്ങനെ ഓപ്ഷൻസ് വരും, അതിൽ ഓള് ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കാം. താങ്ക് യു. അപ്പൊ ഞാനിത് തയ്യാറാക്കാനായിട്ട് ശീമച്ചക്ക എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള അത്രയും കട്ട് ചെയ്ത് എടുക്കാം. ഇപ്പൊ ഞാൻ ഈ ചക്ക കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ട് ഒരു ഗ്രേറ്ററിലൂടെ ഗ്രേറ്റ് ചെയ്ത് എടുക്കുകയാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഈ ശീമച്ചക്കയൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒരുപാട് റെസിപ്പീസ് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ഞാൻ നമ്മുടെ ശീമച്ചക്ക ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കൂടെ ഒരു അല്പം പെരിഞ്ജീരകവും പട്ടയും കൂടെ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള 2 സവാള വളരെ കനം കുറച്ച് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക്, എരിവ് കുറഞ്ഞതാണ്. പിന്നെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. ഗാർലിക് ഉണ്ട്, കുറച്ച് കറി ലീവ്സ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മല്ലിയില ഉണ്ടെങ്കിൽ അതാണ് കൂടുതൽ നല്ലത് കേട്ടോ. കുറച്ച് കോക്കനട്ട് ഒന്ന് കട്ടി കുറച്ചിട്ട് ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 2-3 പീസ് കോക്കനട്ട് മതിയാവും കേട്ടോ. ഇപ്പൊ ഞാനൊരു തവയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ ചക്കയും കൂടി ഒന്ന് വഴറ്റി എടുക്കത്തക്കൊണ്ടുള്ള ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണേ. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പെരിഞ്ജീരകവും പട്ടയും മസാല കൂട്ട് അങ്ങിട്ട് കൊടുക്കാം. കൂടെ തന്നെ കോക്കനട്ടും കൂടി അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് സോട്ടായ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഒനിയൻ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. സോട്ട് ചെയ്ത് കൊടുക്കാം. കറി ലീവ്സ്, ഗാർലിക് ചതച്ചത്, ജിഞ്ചർ, ഗ്രീൻ ചില്ലി അതെല്ലാം കൂടി അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. സോട്ട് ചെയ്യാം. 1 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ആ ഒനിയനെല്ലാം ഒന്ന് സോട്ടായി കഴിഞ്ഞാൽ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കണം ചക്ക ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പൊ ഇത് നന്നായിട്ട് ഒന്ന് സോട്ടായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മളിത് ഇടയ്ക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക വേണം. ഇത് കവർ ചെയ്ത് വെച്ചതൊന്ന് കുക്ക് ചെയ്യാൻ വേണം. ലോ ഹീറ്റ് മതിയാവും. ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മള് ഹീറ്റ് ഏറ്റവും ലോയിലോട്ട് ചേഞ്ച് ചെയ്ത ശേഷം ഒരു 1/4 ടീസ്പൂൺ അളവില് ടർമറിക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു
1 ടീസ്പൂൺ അളവിലുള്ള മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്യണം കേട്ടോ. ഇനി നമ്മള് ഒരു 1.25 ടീസ്പൂണ് അടുപ്പിച്ചിട്ടുള്ള മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു നുള്ള് ഉലുവാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു പിഞ്ച് കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു പിഞ്ച് മതി കേട്ടോ, കായപ്പൊടി കൂടിപ്പോവല്ലേ. ഇനി നമ്മൾ 1 ടീസ്പൂൺ അളവില് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ മസാല ഇട്ടില്ലേ, അതിന്റെ മുകളിലേക്ക് ഈ ബാക്കി സോട്ട് ചെയ്ത ഇതെല്ലാം കൂടി ഇങ്ങനെ ഒന്ന് ഒതുക്കി അങ്ങ് വെക്കുക. ഇങ്ങനെ ഒന്ന് ഒതുക്കി വെച്ച ശേഷം ഈ മിഡിലേക്ക് 1 ടേബിൾ സ്പൂണോളം വാട്ടർ ഉണ്ടാവും. ഇത് അതിങ്ങനെ മെല്ലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ശേഷം നമ്മൾ ഒരു അടപ്പ് വെച്ചിട്ട് ഇത് കവർ ചെയ്ത് ലോ ഹീറ്റിലാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. ഗ്യാസ് അടുപ്പിലാവുമ്പോൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ, അടിയിൽ ചിലപ്പോൾ പിടിച്ചു പോവും. ലോ ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇതിപ്പം 1 മിനിറ്റോളം ഞാനൊന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്യാസ് അടുപ്പിലാണെങ്കിൽ 1 മിനിറ്റ് വേണ്ടാന്ന് തോന്നുന്നു കേട്ടോ, ഇതിൽ നിന്നും ഹീറ്റ് കൂടുതലായിരിക്കുമല്ലോ. ഇനി ഇത് നന്നായിട്ട് നമ്മൾ ഇങ്ങനെ ഈ ചക്കയിലേക്ക് മിക്സ് ചെയ്യണം. ഈ സമയത്തില്ലേ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളിപ്പോ വിചാരിക്കും ഈ ചിരട്ടയിലൊക്കെ എന്താണല്ലേ, ഉപ്പിലേക്ക് പ്ലാസ്റ്റിക്കിന്റെ സ്പൂണും ഇടാൻ പറ്റില്ല, പിന്നെ നമുക്ക് സ്റ്റീലിന്റെ സ്പൂണും ഇടാൻ പറ്റില്ല, പിന്നെ വുഡൻ സ്പൂണ് അതിലിടാൻ പറ്റുന്ന ഒന്നും കിട്ടിയതുമില്ല. അതുകൊണ്ട് ഞാനൊരു ചിരട്ട പൊട്ടിച്ചിട്ട് എടുത്തതാണേ. ഇനി നമ്മളുണ്ടല്ലോ ഈ സമയത്ത് 1 പിഞ്ചോളം വരുന്ന പെപ്പർ പൗഡർ കൂടി പോവണ്ട, ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്ത് എടുക്കണം. ചെറിയ തീ തന്നെ മെയിൻറ്റെയിൻ ചെയ്താൽ മതിയാവും. ഇനി നമ്മൾ ഹീറ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക. ഒരു മീഡിയം ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നന്നായിട്ട് ഇതൊന്നങ്ങ് സോട്ട് ചെയ്തെടുക്കണം. അപ്പൊ ഈ ചക്ക കുക്കാവും തോറും ചിലപ്പോൾ അടിയിൽ പിടിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ അതൊന്ന് കീപ്പ് ചെയ്യണം കേട്ടോ. ഇതിപ്പോ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഹീറ്റ് ഓഫ് ചെയ്തിട്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പൊ നമ്മൾ മാവ് മിക്സ് ചെയ്ത് വെച്ചിട്ടാണ് ആ കൂട്ട് റെഡി ആയത്. ഇത്രയും സമയം മതിയാവും ഈ പൊറോട്ട ചെയ്യാനായിട്ട്. ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യണ്ട. മാക്സിമം ഒരു 15 മിനിറ്റ് മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി കേട്ടോ. ഇനി നമ്മൾ മാവ് ഇതുപോലെ കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് ബോൾസ് ആക്കി എടുക്കാം. കട്ട് ചെയ്ത് വെച്ച മാവിനെ ഇതുപോലെ ഒന്ന് ബോള്, ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാലോ, അതാണ് ഞാൻ പിന്നെ ആ വീഡിയോ ഒക്കെ കാണിക്കാത്തത്. ഇതുപോലെ ഒന്ന് ആക്കിയെടുത്ത ശേഷം കൗണ്ടർ ടോപ്പിൽ കുറച്ച് മാവ് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് പരത്തണം. പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, മിഡിൽ അങ്ങ് പരന്നു പോകരുത്, സൈഡ് പരക്കുക വേണം. അപ്പൊ നമുക്ക് അങ്ങനെ ഇതൊന്ന് പരത്തിയെടുക്കാം. മാവ് കുറച്ച് കൂടുതലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതുപോലെ ഇതിപ്പോ വീഡിയോയിൽ കാണുമ്പോൾ അറിയുന്നോന്നറിയില്ല, ഇതിന്റെ മിഡിൽ ഭാഗം നന്നായിട്ട് അങ്ങ് പരന്നിട്ടില്ല, കുറച്ച് തിക്കുണ്ട്, ഇവിടെ കുറച്ച് തിന്നായിട്ടുമാണ് ഉള്ളത്. ഇനി നമ്മൾ ഇതിന്റെ പുറത്തേക്ക് കുറച്ച് ഗീ ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഗീ അല്ലെങ്കിൽ ഓയിൽ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം അത് സ്പ്രെഡ് ചെയ്യാം കേട്ടോ. ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇതുപോലെ ഒന്ന് വെക്കാം. വെച്ച ശേഷം കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഒതുക്കാം. എന്നിട്ട് ഈ മാവ് ഇതുപോലെ എടുത്ത ശേഷം എന്താ ഇങ്ങനെ ഒന്ന് ഫ്ലീറ്റ്സ് എടുക്കാം. ഇങ്ങനെ
പ്ലേറ്റ് എടുക്കുക കംപ്ലീറ്റ് ആയിട്ട്. ആ ഫില്ലിങ് ഇൻസൈഡ് ഒന്ന് ഇതാക്കിയ ശേഷം കുറച്ച് ഭാഗം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തങ്ങ് മാറ്റുക. ഇനിയും അല്പം മാവ് ഇങ്ങനെ തൂവി കൊടുക്കുക. അപ്പൊ ഇത് നമ്മളിങ്ങനെ പരത്തിയാൽ ഉടനെ പരത്തി വെച്ചേക്കരുത് കേട്ടോ. മാവ് ഇങ്ങനെ വീണ്ടും സ്പ്രെഡ് ചെയ്യുക, പരത്തുക, ചുട്ടെടുക്കുക. ഈ സമയം നമ്മളൊരു തവ ചൂടാവാൻ വെക്കണം. ഇതുപോലെ ഒന്നങ്ങ് പരത്തി കൊടുക്കുക. ഇത് പൊട്ടറ്റോയേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മൾ ശീമച്ചക്ക വെച്ച് ഈ പൊറോട്ട ചെയ്തെടുക്കുമ്പോൾ. അപ്പൊ ഇത് പരത്തി എടുത്തിട്ടുണ്ട്. തവയെ ഞാൻ ചൂടാവാൻ വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇതുപോലെ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തേക്കണം. ഹീറ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക. ഒരു ലോ ടു മീഡിയം ഹീറ്റിൽ അതൊന്ന് ഫ്രൈ ആവട്ടെ. നമുക്കത് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നമ്മളൊരു 2-3 പ്രാവശ്യം ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കണം. ശീമച്ചക്ക കൊണ്ടുള്ള നല്ല പൊറോട്ട റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ എല്ലാം ഒന്ന് ചുട്ടെടുക്കാം. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പൊ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ വീഡിയോസ് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. എന്താണെന്നറിയില്ല, എന്റെ വീഡിയോ ആരും ലൈക്ക് ചെയ്യാറില്ല. റെസിപ്പി ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസിപ്പി എന്റെ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ ഞാൻ അത് ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.